നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിടത്തിലേക്ക് നമ്മുടെ വാഹനങ്ങളല്ല വരുന്നത്, നമ്മുടെ വീടും വരൂല, നമ്മുടെ സമ്പാദ്യങ്ങൾ വരൂല. ആകെ കടന്നു വരുന്നത് ഇൽമൻ അല്ലമഹു വനശറഹ്, ജനങ്ങളിലേക്ക് ഇൽമ എത്തിച്ചു കൊടുക്കാൻ എന്ത് അധ്വാനമാണ് നിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ജനങ്ങളെ ഇൽമ പഠിപ്പിക്കാനും ദീന് പഠിപ്പിക്കാനും എന്താ നീ ചെയ്തത്? അത് മാത്രമേ നീ മരിച്ചാൽ നിന്റെ ഖബറിടത്തിലേക്ക് കടന്നു വരുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, വസദഖത്തുൻ ജാരിയ, നിന്റെ ഖബറിടത്തിലേക്ക് വരുന്ന മറ്റൊരു അമൽ, നീ നിന്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ജാരിയായ സ്വതക്ക, പെർമനന്റ് ആയ സ്വതക്ക, താൽക്കാലികമായ സ്വതക്കകളല്ല, ഒരു ടെമ്പററി ആയിട്ടുള്ള സ്വതക്കകളല്ല. ജാരിയ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള സ്വതക്ക. ഇതുപോലെയുള്ള സ്വതക്കകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നിന്റെ ഖബറിടത്തിലേക്ക് വരുന്നത്. മൂന്നാമതായി നിന്റെ ഖബറിടത്തിലേക്ക് വരുന്നത് സ്വാലിഹീങ്ങളായ ദുആ ചെയ്യുന്ന മക്കളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആഡംബരങ്ങളിലൂടെ നമ്മൾ ജീവിക്കുമ്പോ, സുഖലോലുപതയിലൂടെ നമ്മൾ ജീവിക്കുമ്പോ അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് വിദ്യാഭ്യാസമില്ലാത്ത പാവങ്ങളായ ആളുകളെ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കണമെന്ന് പലപ്പോഴും പലരോടുമായിട്ട് പലപ്പോഴും പറയാറുണ്ട്. Download ShareChat.